കമ്മ്യൂണിറ്റി മീഡിയേഷൻ പ്രവർത്തനങ്ങൾക്ക് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലും തുടക്കമായി. വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി മീഡിയേഷൻ ബോധവൽക്കരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുലീൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ദേശീയ നിയമസേവന അതോറിറ്റിയുടെയും കേരള സ്റ്റേറ്റ് മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിക്ക് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലും തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MS സുലീൻ ഉദ്ഘാടനം ചെയ്തു. മീഡിയേറ്റർ അഡ്വക്കേറ്റ് PK കൃഷ്ണവർമ്മ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എൻ്റെ കഴിഞ്ഞ 30-35 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, മുൻസിഫ് കോടതിയിൽ ഇന്നത്തെ നിലയിൽ 2026 ആഗസ്റ്റ് മാസത്തിൽ ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ, ഓണം വെക്കേഷൻ ആവാൻ പോവുക. ഒരു അന്യായം ഫയലാക്കിയാൽ ആ അന്യായം വിചാരണക്കെടുത്ത് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് 2029 കാരണം ഇവിടെ 25-ലും 24-ലും 17-ലും 18-ലും ഒക്കെ കേസുകൾ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ കോടതി അതെല്ലാം മറികടന്ന് 26-ലേത് എടുത്ത് തീർപ്പ് കൽപ്പിച്ചാൽ അതിൻ്റെ ആള് മറ്റാള് 16-ലും 17-ലും ഫയൽ ചെയ്തിട്ടുള്ള ആള് മുകളിലേക്ക് പോകും, കേസുമായിട്ട് പരാതിയായിട്ട്. അപ്പൊ മുകളിൽ ചോദ്യം വരും. അപ്പൊ എന്ത് ചെയ്യും? വേണ്ട, 16-17 കഴിഞ്ഞിട്ട് മതി 18-19. അപ്പൊ 26-ലേത് തീർക്കുമ്പോൾ 29 ജില്ലാ നോഡൽ ഓഫീസർ VS വിഷ്ണുപ്രിയ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T അനിൽകുമാർ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K തങ്കമണി, പാരാലീഗൽ വളണ്ടിയർ CP റഷീദ് പൂനൂർ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാർക്കുള്ള പരിശീലന പരിപാടി ജില്ലയിൽ നടന്നുവരികയാണ്. കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലകളിലാണ് കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നാദാപുരം, പന്തലായനി, കോടഞ്ചേരി, ഒളവണ്ണ, ചേവായൂർ എന്നീ പ്രദേശങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി അതത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമങ്ങളിൽ നിന്നും അതത് സ്ഥലങ്ങളിലെ തന്നെ പ്രാദേശിക തലത്തിൽ സേവന സന്നദ്ധതയും പ്രവർത്തന മികവുമുള്ള കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി പ്രാദേശിക തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ അതത് ഘട്ടത്തിൽ തന്നെ മധ്യസ്ഥതയിലൂടെ പരിഹാരം കണ്ടെത്തുന്ന ഈ ഒരു രീതി ഒരു പരീക്ഷണാർത്ഥത്തിൽ ദേശീയ വ്യാപകമായി നടപ്പിലാക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ ഇടയിൽ പോലും സാമ്പത്തികമായി ചെലവുകളില്ലാതെ അതത് പ്രാദേശിക മേഖലകളിൽ തന്നെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള തർക്കങ്ങൾ എന്നിവ പരിഹരിച്ചു തീർക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പം ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ അതത് ഗ്രാമപഞ്ചായത്തുകൾ, വാർഡ് കൗൺസിലർമാർ മുതലായവർ സന്നദ്ധത കാണിക്കുന്നു. നമ്മളുടെ ആശാവർക്കർമാരും അംഗനവാടി പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ള ക്ലബ്ബുകളും റിക്രിയേഷൻ സെന്ററുകളും വായനശാലകളും അടങ്ങുന്ന ഏറ്റവും താഴ്ന്ന സ്ഥലങ്ങൾക്കിടയിൽ പോലും പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരാതികൾ കണ്ടെത്തുകയും ആയത് പരാതികൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. കൂടാതെ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങൾ, റവന്യൂ അധികാരികൾക്ക് മുമ്പാകെ വരുന്ന തർക്കങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് മുമ്പാകെയും വികസന സമിതികൾക്ക് മുമ്പാകെയും വരുന്ന തർക്കങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇതിലേക്ക് നിർദ്ദേശം ചെയ്യാവുന്നതാണ്. പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാർ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതും ആയതിന് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും ജില്ലാ ജുഡീഷ്യറിയുടെയും എല്ലാ പിന്തുണകളും ലഭിക്കുന്നതുമാണ്. സംസ്ഥാന തലത്തിൽ കേരള സ്റ്റേറ്റ് മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ സെന്റർ നേതൃത്വത്തിലാണ് നൽസയുടെ ഈ ഒരു സ്കീം നടപ്പാക്കുന്നത്. ഈ ഒരു പദ്ധതി വിജയം കാണുന്ന പക്ഷം കൂടുതൽ ഗ്രാമങ്ങളിലേക്കും ഇത് വികസിപ്പിക്കാനുള്ള സാധ്യതകൾ, അനന്ത സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മീഡിയേഷനിൽ പരിഹരിക്കാൻ പറ്റുന്ന ലഘു സ്വഭാവമുള്ള അതിർത്തി തർക്കങ്ങളോ, സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ, കുടുംബ തർക്കങ്ങളോ, തൊഴിൽ സംബന്ധിയായ തർക്കങ്ങളോ, അത്തരത്തിലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ഇൻവോൾവ് ആവാത്ത മറ്റേതു തരത്തിലുള്ള ഒരു പ്രശ്നവും പരിഹരിക്കാൻ കമ്മ്യൂണിറ്റി മീഡിയേഷനിലൂടെ നമുക്ക് സാധിക്കും.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ളൊരു പരാതിയുള്ള ഒരു വ്യക്തി പാരാലീഗൽ വളണ്ടിയർമാരെ മുഖാന്തരമോ നേരിട്ടോ അതല്ല അദ്ദേഹം പരാതി നൽകാനായി സമീപിക്കുന്ന പോലീസ്, റവന്യൂ മുതലായ അധികാരികൾ മുഖാന്തരം റഫറൽ വഴിയോ അവർക്ക് കമ്മ്യൂണിറ്റി മീഡിയേഷൻ സെൻ്ററുകളെ സമീപിക്കാവുന്നതാണ്. കേസുകൾ രമ്യമായി പരിഹരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ ഭാഗത്തു നിന്നും ശ്രമിക്കുന്നതുമാണ്.